ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള സുവിശേഷ ഭാഗങ്ങളാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി 2 പേരെ വീതം അഴക്കുന്ന സന്ദർഭമാണ്. സുവിശേഷ വേലയ്ക്ക് ശിഷ്യന്മാരെ അയക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടതെന്നും എന്താണ് അവർ ചെയ്യാൻ പാടില്ലാത്തതെന്നും വ്യക്തമായി ഈശോ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഈ വചനഭാഗത്തെ 2 രീതിയിൽ ധ്യാനിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ആദ്യമായി ഈശോനാഥൻ ശിഷ്യന്മാരെ ഈ ഒരു സുവിശേഷ വേലയ്ക്കായി 2 പേർ വീതം 6 ഗ്രൂപ്പുകളായി അയക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇതിക്ക് മുമ്പത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, ഈശോ സ്വന്തം നാട്ടിൽ സ്വന്തക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ സുവിശേഷ വേല യഥായോഗ്യം നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതവരുടെ അവിശ്വാസം മൂലമാണ്. തനിക്കുണ്ടായ യേശു നേരിട്ട ഈ ഒരു പ്രയാസത്തെ യേശു മറികടക്കുന്നത് വർദ്ധിച്ച വീര്യത്തോടെ തൻ്റെ വേല, സുവിശേഷ വേല ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ടാണ്. പ്രതിസന്ധിയും പ്രതിബന്ധവും ഉണ്ടായപ്പോൾ പേടിച്ചു മാറി നിൽക്കാതെ ഈശോ വർദ്ധിച്ച വീര്യത്തോടെ തൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ സഹായിക്കുവാനായിട്ട് ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് നിയോഗിച്ച് മുൻകൂട്ടി അവരെയും അയക്കുന്നു. ഇത് നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പേടിച്ചു മാറി നിൽക്കാതെ ഇനി മുൻപോട്ട് പോകുവാനുള്ള വലിയൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഈശോ തരുന്നത്. മുൻപോട്ട് നമ്മൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ പാതകൾ കൂടുതൽ സുഗമമായിട്ട് തീരാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിജയം കാണാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ടുള്ള ഒരാശയം ഇതാണ്. ഈശോനാഥൻ സുവിശേഷ വേലയ്ക്കായിട്ട് ശിഷ്യന്മാരെ അയക്കുമ്പോൾ 2 പേർ വീതമാണ് അയക്കുന്നത്. ഈ 2 പേരെ പ്രത്യേക ദൗത്യം അവിടെ നിന്ന് ഏൽപ്പിച്ച് അയക്കുന്നു. ഇതിനുള്ള ഒരു മുൻ ആസ്വാദനം എന്ന പോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നൊരു രംഗമുണ്ട്. ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് അവരെ ഈ ഭൂമിയിലേക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ദൗത്യത്തിനു വേണ്ടി അയക്കുന്നു. ഈ 2 പേരെ അയക്കുന്നത് അതിനൊരു പ്രത്യേക ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രത്യേക ഒരു നന്മയുണ്ട്. ഈ 2 പേരായി ശിഷ്യന്മാരെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതുപോലെ ഇന്ന് നമ്മുടെ സഭയിൽ, ഈ സമൂഹത്തിൽ വിവാഹമെന്ന കൂദാശയിലൂടെ നമ്മൾ 2 പേരെ വീതം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും സുവിശേഷ വേലയ്ക്കെന്ന പോലെ സുവിശേഷം ജീവിക്കുവാനായി, സുവിശേഷം ഈ ഭൂമിയിൽ കൂടുതൽ ശക്തമായിട്ട് വ്യാപിപ്പിക്കാനായി തങ്ങളുടെ ദൗത്യവും ഏറ്റെടുത്തു കൊണ്ടുപോകുന്നവരാണ് ദമ്പതിമാർ. ഈ ദമ്പതിമാരുടെ ജീവിതത്തിൽ സുവിശേഷം ജീവിക്കാനുള്ള പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം. അവർ ജീവിക്കുന്നുണ്ട് എങ്കിലും അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. സുവിശേഷം ജീവിക്കുക എന്നുള്ളൊരാശയം തന്നെ അവർക്കിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ഈ ഭൂമിയിൽ ദൗത്യം നിറവേറ്റി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സുവിശേഷം ജീവിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഒരു ജീവിതമല്ല അത്. സുവിശേഷം നമ്മിലൂടെ ജീവിച്ച് മറ്റുള്ളവർക്ക്, നമ്മുടെ മക്കൾക്ക് മാതൃകകളാകുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിച്ച് ദിവ്യബലിയും അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയും കുടുംബത്തിൽ ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയുമൊക്കെ തീർച്ചയായിട്ടും കൈമുതലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേ ഈ സുവിശേഷം ജീവിക്കുക എന്നുള്ള ദൗത്യവും ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതവും ധന്യമാവുകയുള്ളൂ. അത് ഒരു സുവിശേഷ വേലയായിട്ട് മാറുകയുള്ളൂ. ഈ ഒരു കൃപ തീർച്ചയായിട്ടും
എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.